ഗിയാസുദ്ദീൻ ബാൽബൻ തന്റെ പുത്രന് നൽകിയ ഉപദേശങ്ങൾ. നീ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിന്നെ തന്നെ ദൈവത്തിന്റെ പ്രതിനിധിയായി കരുതുക. നിന്റെ ചുമതലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ന്യായമായ ഒരു ബോധമുണ്ടായിരിക്കുക. നിന്റെ സ്ഥാനത്തിന്റെ തിളക്കം പൂർണ്ണമായി നിലനിർത്താൻ നിങ്ങളിൽ ഒരു ദുഷ്ടപെരുമാറ്റത്തെയും അനുവദിക്കരുത്. അത്യാഗ്രഹികളും താഴ്ന്ന മനസ്സുള്ളവരുമായ പുരുഷന്മാർ നിന്റെ ബഹുമാനം പങ്കിടുകയോ നിന്റെ ഭരണത്തിൽ ഒരു പങ്കു വഹിക്കുകയോ ചെയ്യരുത്. നിന്റെ വികാരങ്ങൾ യുക്തിയാൽ ഭരിക്കപ്പെടട്ടെ. കോപത്തിന് വഴിമാറാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാ മനുഷ്യരിലും കോപം അപകടകരമാണ്, പക്ഷെ രാജാക്കന്മാരിൽ അത് മരണത്തിന്റെ ഉപകരണമാണ്. ആ വിവേകപൂർണമായ സമ്പദ് വ്യവസ്ഥയോടെ, എന്നാൽ നന്മ ചെയ്യാൻ എപ്പോഴും ഉദ്ദേശിക്കുന്ന നിങ്ങളുടേതുപോലുള്ള ഒരു മനസ്സിനോട് യുക്തി നിർദ്ദേശിക്കുന്ന ദയാലുവായ ഉദാരതയോടെ പൊതുനിധി രാഷ്ട്രസേവനത്തിനായി ചിലവഴിക്കട്ടെ. ദുഷ്പ്രവൃത്തിയും അവിശ്വസ്തതയും ശിക്ഷിക്കപ്പെടാതെ പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. നിന്റെ ഡെപ്യൂട്ടികളുടെയും ഓഫീസർമാരുടെയും അവസ്ഥയെയും പ്രവൃത്തികളെയും കുറിച്ച് എപ്പോഴും നന്നായി അറിഞ്ഞിരിക്കുക. നീതിയുടെ വെളിച്ചം നിങ്ങളുടെ മേഖലകളെ പ്രകാശിപ്പിക്കുന്നതിന് നിന്റെ ന്യായാധിപന്മാരും മജിസ്ട്രേറ്റുകളും കഴിവും മതവും സദ്ഗുണവും ഉള്ളവരായിരിക്കട്ടെ. പരസ്യമായും സ്വകാര്യമായും നീ എപ്പോഴും രാജകീയതയുടെ അന്തസ്സും മഹത്വവും കാത്തു സൂക്ഷിക്കുന്നു. നിഷിദ്ധമോ നിയമവിരുദ്ധമോ ആയ ആചാരങ്ങളിൽ ഒരിക്കലും മുഴുകരുത്. പ്രതിഭയും പഠനവും ധൈര്യവുമുള്ള ആളുകളെ കണ്ടെത്താൻ കഷ്ടപ്പെടരുത്. നിങ്ങളുടെ കൗൺസിലുകളുടെ ആത്മാവും നിങ്ങളുടെ ശക്തിയുടെ വാളും തെളിയിക്കാൻ അവരെ ദയയും ഔദാര്യവും കൊണ്ട് നിങ്ങൾ പരിപാലിക്കണം. ദുഷ്ടന്മാരിൽ നിന്നും ഹൃദയത്തിൽ ദൈവഭയമില്ലാത്തവരിൽ നിന്നും ഒരിക്കലും വിശ്വസ്തത പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ രാജ്യത്തിന്റെയും മതത്തിന്റെയും ക്ഷേമം അത്തരം ആളുകളെ നിങ്ങളുടെ അയൽപ്പക്കത്തിൽ നിന്ന് പുറത്താക്കുന്നതിലാണ് അറിയുക. നിങ്ങൾ ഒരാളെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ അവൻ ചെയ്തേക്കാവുന്ന ചെറിയ തെറ്റിന് വീണ്ടും അവനെ തള്ളിയിടരുത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരാളെ ഏതെങ്കിലും സംസ്ഥാന കാരണത്താലല്ലാതെ പീഡിപ്പിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റരുത്. ഒരു തടവുകാരന്റെ വാക്കുകളോ കേൾക്കരുത്. അത്തരം ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ കൊട്ടാരത്തിലെ അനുയായികളുടെയും നിങ്ങളുടെ മതത്തിന്റെ അഭ്യുദയാംശാസികളുടെയും മനസ്സിൽ ഭയം സൃഷ്ടിക്കും. നിങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയുന്നതുവരെ ഒരു സംരംഭത്തിൽ ഏർപ്പെടരുത്. കാരണം ഒരു ഇടപാടും പൂർത്തിയാക്കാതെ വിടുന്നത് ഒരു രാജാവിന്റെ അന്തസ്സിന് നിരക്കുന്നതല്ല. ജ്ഞാനികളോട് കൂടിയാലോചിക്കാതെ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് തുല്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എപ്പോഴും ചെയ്യാതിരിക്കുക. നല്ല മനുഷ്യരെ ചീത്തയിൽ നിന്ന് വേർതിരിക്കുന്ന ശക്തിയാണ് സർക്കാരിന്റെ യഥാർത്ഥ പരീക്ഷണം. എല്ലാ കാര്യങ്ങളിലും സുവർണ മാർഗം പിന്തുടരണം. കാരണം കാഠിന്യവും ക്രൂരതയും സാർവത്രിക വിദ്വേഷവും ഉളവാക്കുന്നു. അതേസമയം മടിയും മുഷിപ്പും പ്രക്ഷുബ്ധരുടെ തലയിൽ അക്രമത്തിന്റെയും കലാപത്തിന്റെയും ചിന്തകൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ സ്വന്തം സുരക്ഷയിൽ എപ്പോഴും ഏറ്റവും വലിയ ശ്രദ്ധ ചെലുത്തുക. കാരണം അതിൽ നിങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ അടങ്ങിയിരിക്കുന്നു. വിശ്വസ്തരും സത്യസന്ധരുമായ കാവൽക്കാരും സർജന്റുകളും നിങ്ങളുടെ കൊട്ടാരത്തെ നന്നായി സംരക്ഷിക്കൂ. നിങ്ങളുടെ സഹോദരനോട് എപ്പോഴും ദയ കാണിക്കുക. അവനെ സംബന്ധിച്ച് ആരുടെയും വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. അവനെ നിങ്ങളുടെ കൈയും പിന്തുണയുമായി കണക്കാക്കുക.